എൻ്റെ പേര് ലീല എന്നാണ്. ഞങ്ങൾ കൊല്ലം ജില്ലയിൽ നിന്ന് ഒരു വഴി ഇടയ്ക്കാട് എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. അമ്മയ്ക്കും കുമാരനും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ പറയാൻ പോകുന്ന സാക്ഷ്യം, 2024 ആഗസ്റ്റ് 3-ാം തീയതിയാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നത്. ആ ഉടമ്പടി 2024 ആഗസ്റ്റ് 3-ാം തീയതിയാണ് ഉടമ്പടി എടുക്കുന്നത്. ബിസിനസ്സായിരുന്നു. ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് സോഡിയം കുറഞ്ഞു പോയി സ്ട്രോക്ക് വന്ന് അങ്ങനെ ആശുപത്രിയിൽ എത്തിക്കുന്നത്. ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, ഇനി രക്ഷയില്ല, ഇയാൾക്ക് ജീവിതത്തിലേക്ക് ഇനി തിരിച്ചു വരില്ല, മരിച്ചു പോകും, വീട്ടിലേക്കുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അറിയിപ്പിച്ചോളാൻ പറഞ്ഞു. ആ സമയത്താണ് ഒരു അമ്മ പത്രമായിട്ട് എൻ്റെ അടുക്കൽ വരുന്നത്. കൃപാസനത്തിലെ പത്രമാണ്. ഈ പത്രം പ്രാർത്ഥിച്ച് മാതാവിനെ പ്രാർത്ഥിച്ചോളൂ, ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ ആ പത്രം മേടിക്കാൻ തയ്യാറായില്ലായിരുന്നു. എന്നിട്ടും ആ അമ്മ പറഞ്ഞു, പത്രം മേടിയൊരു മോള്, പത്രം മേടിച്ച് പ്രാർത്ഥിച്ചാൽ ഇയാൾക്ക് എന്ത് അസുഖമാണെങ്കിലും എന്ത് ഇതാണെങ്കിലും മാറിക്കോളും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് പത്രം മേടിച്ച് വായിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ ആളെ തലയുടെ സ്കാനിങ് കൂടെ ചെയ്ത് നോക്കാൻ പറ്റുകയുള്ളൂ, അതും കൂടെ നമുക്ക് നോക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ റോളിൽ കൊണ്ടുപോകാൻ ഒരുങ്ങിയപ്പോൾ ഞാൻ ആ പത്രം ആ അമ്മ എന്നെ അടിച്ചേൽപ്പിച്ചു. എങ്കിലും ഞാനത് കയ്യിൽ ചുരുട്ടി പിടിച്ചു കൊണ്ടുവന്ന് സ്കാൻ ചെയ്തപ്പോഴും പറഞ്ഞത് ഒരു രക്ഷയുമില്ല, ജീവിതത്തിലേക്ക് ഇനി തിരിച്ചു വരില്ല, ആൾ പൂർണ്ണമായിട്ടും മരിച്ചു പോകും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് സ്കാൻ ചെയ്ത് റിപ്പോർട്ടിൽ പറഞ്ഞ് ഓരോ നിമിഷം കഴിഞ്ഞപ്പോഴും ഞാൻ ഈ പത്രം എൻ്റെ കയ്യിൽ തന്നെ ഇതേപോലെ ചുരുട്ടി പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് പുറത്ത് നിന്ന് ആംബുലൻസുകാർ 4 പിള്ളേർ കയറി വന്നിട്ട് പറഞ്ഞ്, എന്തിനാണ് അമ്മ കരയുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതേപോലെ ഇന്ന കാര്യങ്ങളാണെന്ന് അവരോട് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ജീവൻ്റെ ഒരു തുടുപ്പെങ്കിലും ഉണ്ടെങ്കിൽ രക്ഷപ്പെടും, ഇവിടുന്ന് എഴുതി മേടിച്ച് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. കോട്ടയത്ത് അങ്ങനെ കൊണ്ടുപോയി അവിടുന്ന് ഡോക്ടർമാർ അവിടെയും ചെന്നപ്പോൾ ഇത് തന്നെയാണ് പറഞ്ഞത്, ആൾ രക്ഷപ്പെടില്ല, 48 മണിക്കൂർ നമുക്ക് നോക്കാം, ആളിന് രക്ഷയില്ല എന്നാണ് അവിടെയും പറഞ്ഞത്. അവിടെയും പറഞ്ഞ് അങ്ങനെ അവിടെ ഒബ്സർവേഷൻ റൂമിലായി. പിറ്റേ ദിവസം രാവിലെ 10 മണിക്ക് ഡോക്ടർമാരെല്ലാം വന്ന് പരിശോധിച്ചപ്പോഴും പറഞ്ഞ്, രക്ഷയൊന്നൊന്നുമില്ല, നമുക്ക് ഇവിടെ കിടക്കാം, വേറെ മരുന്നുകളൊന്നും കൊടുക്കാനും പറ്റില്ല, ഡ്രിപ്പ് മാത്രം ഇടാനേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആ 3 ബെഡ് പരിശോധന കഴിഞ്ഞ് ഫ്രണ്ടിൽ പോയപ്പോഴും ഒരമ്മ വീണ്ടും എനിക്കൊരു പത്രമായിട്ട് വന്നു. ആ പത്രമായിട്ട് വന്നപ്പോഴും ആ അമ്മ എന്നോട് പറഞ്ഞ്, ഇന്ന് കൃപാസനത്തിലെ പത്രമാണ്, ഈ പത്രം മേടിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിലൊരു പത്രം ഇന്നലെ കിട്ടിയതുകൊണ്ട് എനിക്ക് പത്രം വേണ്ട എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, അങ്ങനെ പറയരുത് മോളെ, ഈ പത്രം മേടിയിര് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്നോട് ചോദിച്ചു, ആൾക്ക് എന്ത് പറ്റിയതാണെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ഇതുപോലെ സ്ട്രോക്ക് വന്നതാണ്, ഡോക്ടർമാരെല്ലാം കൈയൊഴിഞ്ഞ്, അപ്പോൾ ഇനി ഒന്നും ചെയ്യാനില്ല എന്നാണ് ഡോക്ടർമാരും പറഞ്ഞേക്കുന്നത്, 48 മണിക്കൂറേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ അമ്മ പറഞ്ഞു, ഇല്ല, ഈ പത്രം വെച്ച് മോള് പ്രാർത്ഥിയിര്, മോനൊന്നും സംഭവിക്കുകയില്ല എന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ച് ഇങ്ങനെ നിന്നപ്പോൾ 3 ബെഡ് കഴിഞ്ഞ് പോയ ഡോക്ടർമാർ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, അമ്മച്ചി ഇനി ഒരു വഴിയേ ഉള്ളൂ, നമുക്ക് ഇനിമ വെച്ച് നോക്കാം, അങ്ങനെ റിക്കവറിങ് ഉണ്ടാവുകയാണെങ്കിൽ മാത്രം ആൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരത്തുള്ളൂ, ഇല്ലെന്നുണ്ടെന്ന് വരും ജീവിതകാലം മൊത്തം ഒന്നും ഇങ്ങനെ കിടക്കും, അല്ലെങ്കിൽ ആൾ മരിക്കും. അപ്പം ഞാൻ പറഞ്ഞു, ശരി നമുക്ക് ഇനിമ വെക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പം പറഞ്ഞു, സമ്മതപത്രം എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ സമ്മതപത്രം എഴുതി കൊടുത്തു. പ്രാർത്ഥിച്ചത് ഞാൻ ഇങ്ങനെയാണ്, കൃപാസനം എനിക്ക് എവിടെയാണെന്ന് അറിയത്തില്ല, ഞാൻ കണ്ടിട്ടുമില്ല, അതുകൊണ്ട് ഈ ആളെ എൻ്റെ പഴയ രൂപത്തിൽ എനിക്ക് തിരിച്ചു തരുവാണെന്നുണ്ടെന്ന് വരിയിൽ കൃപാസനം എവിടെയാണെന്ന് വെച്ചാൽ ഞാൻ അവിടെ ആളിനെ കൊണ്ടുവന്നേക്കാം, അതുകൊണ്ട് അമ്മ എനിക്ക് ആളെ തിരിച്ചു തരണം എന്ന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസവും അതേപോലെ ഒരു അമ്മ ഒരു പത്രമായിട്ട് വന്നു. അങ്ങനെ 4 ദിവസവും 4 പത്രം കൊണ്ടുവന്നു. അങ്ങനെ 4-ാമത്തെ ദിവസം രാത്രി എന്നും അത് ഈ പത്രം കിട്ടിയ അന്നും മുതൽ എന്നും രാത്രി ഞാൻ മുട്ടുകുത്തി 2 മണി സമയത്ത് എന്നും ഞാൻ ഈ അണ്ണൻ്റെ കാലിൽ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു, അമ്മേ എനിക്ക് പഴയ യേശുവപ്പ, എനിക്ക് പഴയ രൂപത്തിൽ എനിക്ക് ഇയാളിനെ തിരിച്ചു തരണം, എന്നെ കല്യാണം കഴിച്ച് ആ രൂപത്തിൽ തന്നെ എനിക്ക് ഇയാളിനെ തിരിച്ചു തരണം, അല്ലാതെ എനിക്ക് തിരിച്ചിവിടുന്ന് പോകാൻ പറ്റത്തില്ല, ഇയാളുടെ ശവമായി ഞാൻ പോകത്തില്ല എന്നങ്ങനെ പ്രാർത്ഥിച്ച് ആ 4-ാമത്തെ ദിവസം രാത്രി 2 മണിയായപ്പോൾ ആൾക്ക് കണ്ണ് തുറന്നു. ആൾ കാലുകൾ വലിച്ച്, അപ്പോൾ ഞാൻ ഞെട്ടി കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ കണ്ണ് തുറക്കുന്നു. അങ്ങനെ കണ്ണ് തുറന്ന് അങ്ങനെ 4-ാമത്തെ ദിവസം ആൾ ബോധം വീണ് ബാക്കി ചേട്ടത്തേക്ക്. എൻ്റെ പേര് ശശികുമാർ എന്നാണ്. ഞാൻ കൊല്ലം ഡിസ്ട്രിക്റ്റ് ആണ് വരുന്നത്. ഈ സാക്ഷ്യം എൻ്റെ വൈഫാണ് ഇത്രയും പറഞ്ഞത്. ഞാൻ 4-ാമത്തെ ദിവസം കണ്ണ് തുറക്കുമ്പോൾ എൻ്റെ ചുറ്റും
ഏഞ്ചലിനെയാണ് ഞാൻ കാണുന്നത്. എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പറന്ന് വരുക. ഇതെന്താണെന്നോ ഏതാണെന്നോ എനിക്കറിയില്ലായിരുന്നു. ഇങ്ങനെ പറന്ന് എന്നെ കണ്ണിലേക്കാണ് എന്നെ ഇങ്ങനെ ഉണർത്തുകയാണോ അല്ല എന്നെ കുത്താൻ വരുന്നതാണോ എന്തോ പോലെ എന്നെ ആ വന്ന വിരവിലേക്ക് ഞാൻ കണ്ണു തുറന്നു. വൈഫിനോട് വെള്ളം ചോദിച്ചു. ഡോക്ടർമാർ വന്നു, നോക്കിയിട്ട് പറഞ്ഞു, ഇനി ഈ ബോധം തിരിച്ചു പോവും, നമുക്ക് ഈ വന്ന ബോധത്തെപ്പറ്റി നമുക്കൊന്നും പറയാൻ പറ്റില്ല, കുറച്ചും കൂടെ നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ പിറ്റേ ദിവസവും അതേ ടൈമിലാണ് ഞാൻ കണ്ണു തുറന്നത്. പിന്നെ സംസാരിച്ചു, വെള്ളം കുടിച്ചു. പക്ഷെ ആ ബോധം വീണപ്പോഴും ആ 48 മണിക്കൂർ പറഞ്ഞ സമയത്ത് തന്നെ ഫ്രണ്ടിൽ കിടന്ന ആളും ഇടത് സൈഡിൽ കിടന്ന ആളും വലത് സൈഡിൽ കഴിഞ്ഞ ആളും ആ 48 മണിക്കൂർ പറഞ്ഞ സമയം മരിച്ചു. പക്ഷേ അതിൻ്റെ നടുക്ക് കിടന്ന ആളിനെ മാത്രം എനിക്ക് അമ്മ മാതാവും യേശു അപ്പനും കൂടെ തിരിച്ചു തന്നു. അങ്ങനെ ഞങ്ങൾ ആഗസ്റ്റ് 3-ാം തീയതി ആളിനെ ഞാൻ അമ്മയ്ക്കൊരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് പഴയ രൂപത്തിൽ ആളിനെ തിരിച്ചു കിട്ടിയാൽ ഞാൻ കൃപാസനം എവിടെയാണെന്ന് വെച്ചാൽ അവിടെ തേടി പിടിച്ചു വന്ന് ഉടമ്പടി എടുത്തേക്കാം എന്ന് ഞാൻ അമ്മയ്ക്കൊരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 10-ാമത്തെ ദിവസം ആളെ ഡിസ്ചാർജ് ചെയ്തു. അപ്പോഴും ഡോക്ടർമാർക്ക് അത്ഭുതമായിരുന്നു ഈ ആളെ ജീവിതത്തിലേക്ക് എങ്ങനെ വന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഡോക്ടർ ഡിസ്ചാർജ് ചെയ്യുന്ന അന്ന് എന്നോട് പറഞ്ഞു, അമ്മച്ചി മെഡിസിനേക്കായി വലുതാണ് ആയുസ്, അതുകൊണ്ട് ഇനി സന്തോഷമായിട്ട് പൊക്കോ, ആൾക്ക് മറ്റു കുഴപ്പങ്ങളൊന്നും വരത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ സന്തോഷമായിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. അവിടെ 1 മാസം റെസ്റ്റ് എടുത്ത് ജൂൺ 23-ാം തീയതി 27-ാം തീയതി വീട്ടിൽ വന്നു. ജൂലൈ മാസം റെസ്റ്റ് എടുത്തു. ആഗസ്റ്റ് 3-ാം തീയതി ഞാൻ എൻ്റെ ചേട്ടനെയും കൊണ്ട് കൃപാസനത്തിൽ വന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം 2 ആഴ്ച കഴിഞ്ഞപ്പോൾ കാല് ചെറുതായിട്ടൊന്ന് പൊട്ടി. അപ്പോൾ ഡോക്ടർ പറഞ്ഞാണ് കാലൊന്നും പൊട്ടരുത്, കരൾ പൂർണ്ണമായിട്ടും പോയതാണ്, അതുകൊണ്ട് ശരീരത്തെ തൊലികളൊന്നും പൊട്ടാൻ പാടില്ല, പൊട്ടിയാൽ അത് വെള്ളം ഒഴുകും, ഷുഗർ പോലെയാണ്, ഇത് പെട്ടെന്ന് ഇതാവും, കരളില്ലാത്തതുകൊണ്ട് റിക്കവറിങ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് അങ്ങനെ ഈ കാലിൻ്റെ വെള്ളം ഒഴുകാൻ തുടങ്ങി. വീണ്ടും സെപ്റ്റംബർ 15-ാം തീയതി കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ടുവന്ന് ഇവിടുന്ന് ബന്ധിച്ച് തന്ന തൈലവും ഉപ്പുമെല്ലാം ഞാൻ കൊടുക്കുമായിരുന്നു. കൊടുത്തിട്ട് ആ എണ്ണയും പുരട്ടി ആളിനെ നീരുണ്ട്. അപ്പോഴും അവിടെ കൊണ്ടുവന്നിട്ട് അവർ ചോദിച്ചു, ഇത്രയും വലിയ സീരിയസ് ആയിട്ടും നിങ്ങൾ ഇതുവരെ വരാഞ്ഞ എന്താ? അപ്പോഴും ഞാനില്ല, തൈലം പുരട്ടി അമ്മ സുഖപ്പെടുത്തും എന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസത്തോടെ ആളെ ജീവനോടെ എനിക്ക് തിരിച്ചു തന്നപ്പോൾ ഈ മുറിവും എനിക്ക് കരിച്ചു തരും എന്നും പറഞ്ഞ് ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ച് നിന്നപ്പോഴാണ് നീരുകൊണ്ടാണ് വീണ്ടും കൊണ്ടുപോയത്. അങ്ങനെ കൊണ്ടുവന്ന് 10 ദിവസം അവിടെ കിടന്നപ്പോൾ നടുവിന് വീണ്ടും വേദനയായി, ആൾ നൂരാൻ പറ്റാതെയായി. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, ഇതിന് സുഖപ്പെടുത്തി തരണം. അപ്പോൾ സ്കാനിങ് ചെയ്തു, മരുന്നുകളെല്ലാം കൊടുത്തു, എക്സ്റേ എടുത്തു. അപ്പം പെട്ടെന്ന് ഡോക്ടർ പറഞ്ഞു, നട്ടല് സർജറി നടത്തിയെങ്കിലേ പറ്റത്തുള്ളൂ, ആളിന് നൂരാൻ പറ്റത്തുള്ളൂ, അത് സർജറി നടത്തണമെന്ന് പറഞ്ഞു. അപ്പോഴും എൻ്റെ ഒരു വിശ്വാസം, ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് അമ്മ ഞാൻ ഉടമ്പടി എടുക്കാതെ പത്രത്തിൽ എനിക്ക് ആളിനെ തിരിച്ചെനിക്ക് തന്നപ്പോൾ ഞാൻ ഉടമ്പടി എടുത്ത് യേശുപ്പനെയും മാതാവിനെയും ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആൾക്കൊന്നും സംഭവിക്കുകയില്ല. അതുകൊണ്ട് ഞാൻ ഡോക്ടർ പിറ്റേന്ന് ന്യൂറോളജിയെ കാണിക്കണമെന്ന് പറഞ്ഞു സർജറിക്ക് വേണ്ടി. അപ്പം സർജറിയെ കാണിക്കാൻ ഞാൻ ന്യൂറോളജിയുടെ വാതിൽ നിൽക്കുമ്പോഴും ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ച്, സർജറി വേണ്ടാന്ന് തന്നെ പറയണം, വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ ഞാൻ ഈ ആളിനെയും കൊണ്ട് കൃപാസനത്തിലേട്ടോ പോകത്തുള്ളൂ, എൻ്റെ വീട്ടിലോട്ട് പോകത്തില്ല. ആളെ കൃപാസനത്തിൽ കൊണ്ടുചെന്ന് അവിടെ അമ്മ മാതാവിനെ കാണിച്ചിട്ടേ ഞാൻ വീട്ടിൽ പോകൂ എന്നുള്ളത് അവിടെ വെച്ചൊരു പ്രതിജ്ഞ എടുത്തു. ആ പ്രതിജ്ഞ എടുത്തതിന് ശേഷം ഡോക്ടറെ കണ്ടു. ഡോക്ടർ പേപ്പറുകളെല്ലാം കണ്ടതിന് ശേഷം പറഞ്ഞു, സർജറി നടത്തുന്നില്ല, അതുകൊണ്ട് സർജറി വേണ്ട, ആൾക്ക് മരുന്ന് കഴിച്ചാൽ മതി എന്നും പറഞ്ഞ് 1 മാസത്തെ മരുന്ന് കൊടുത്തു. അപ്പോൾ ഞാൻ പെട്ടെന്ന് അണ്ണനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, നമുക്കിനി എന്ത് സമയം പോയാലും എത്ര ദിവസം പോയാലും കൃപാസനത്തിൽ പോയതിന് ശേഷമേ നമുക്ക് വീട്ടിൽ പോയാൽ മതി എന്നും പറഞ്ഞ് ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ നേരെ ഞങ്ങൾ ഇവിടെയാണ് വന്നത്. ഇവിടെ വന്നപ്പോൾ 3 മണിയായി. അപ്പോൾ അച്ഛനെ കാണാൻ അപ്പോൾ അച്ഛനെ കാണണം, ഇതെല്ലാം പറയണം, നമുക്കറിയത്തില്ലല്ലോ ഇവിടുത്തെ എങ്ങനെയാണെന്ന്, ഇവിടുത്തെ രീതികൾ
എന്താണെന്ന്, ഉടമ്പടി എടുത്തു വീട്ടിൽ പോയി എന്നുള്ളത് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ ഇവിടെ വന്നപ്പം പറഞ്ഞു 3 മണി സമയം കഴിഞ്ഞു, അച്ഛനെ കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഈ അൾത്താരയിൽ ഇവിടെ ഇങ്ങനെ ഇരുന്ന് എന്ത് ചെയ്യണം അറിയാൻ വയ്യാതെ കൗണ്ടറിൽ ചെന്ന് ചോദിച്ച്, ഞങ്ങൾ ഇന്ന സ്ഥലത്തുനിന്ന് വരുമോ, കോട്ടയം മെഡിക്കൽ കോളേജ് ഇന്ന അസുഖമായിട്ട് വരുവാണ്. അപ്പോൾ ആൾക്ക് നൂന്ന് നിൽക്കാനും ഒന്നും പറ്റുന്നില്ല. എങ്കിലും ഞാൻ പറഞ്ഞ് ഇല്ല, നമുക്ക് അച്ഛൻ അന്നേരം അണ്ണൻ പറഞ്ഞു നമുക്ക് എന്തായാലും നമ്മുടെ അമ്മയുടെ അടുത്ത് വന്നില്ലേ, നമുക്ക് വീട്ടിൽ പോകാം. ഇല്ല, ഞാൻ പറഞ്ഞു വീട്ടിൽ വരുന്നില്ല, അച്ഛനെ കണ്ടിട്ടേ ഞാൻ പിന്നെ വീട്ടിൽ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം അവിടെ കൗണ്ടറിൽ ചെന്ന് ചോദിച്ചപ്പോൾ, രണ്ടാമത്തെ കൗണ്ടറിൽ ചോദിച്ചപ്പോൾ പറഞ്ഞ് ഇവിടെ അൾത്താരയിൽ നിൽക്കുന്ന സിസ്റ്ററോട് പറ, നിങ്ങൾക്കിന്ന് കിടക്കാനുള്ള മഠത്തിൽ പോയി കിടക്കാം എന്ന് പറഞ്ഞു. അപ്പം അവിടം വരെ കൊണ്ടുപോകാനുള്ള ഇതുമില്ലാഞ്ഞിട്ട് പിന്നെ സിസ്റ്റർ പറഞ്ഞ് ഇവിടെ അടുത്ത് കൗണ്ടറിൽ ഇരുന്ന ആ സിസ്റ്റർ പറഞ്ഞ് ഇവിടെ അടുത്ത് വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട്, അവിടെ ചെന്ന് നിങ്ങൾ ചോദിയിട്ട് ഇന്നൊരു ദിവസത്തേക്ക് റൂം. അപ്പോൾ അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ 800 രൂപ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ 800 രൂപയും കൊണ്ട് ആകെ 1000 രൂപയെ കയ്യിലുള്ളൂ. അപ്പോൾ 800 രൂപയും കൊണ്ട് റൂം എടുത്തു കഴിഞ്ഞാൽ പിന്നെ 200 രൂപയേ ഉള്ളൂ, പിന്നെ കൊല്ലം വരെ പോവുകയും വേണം. അപ്പം നമ്മളിവിടെ ഇങ്ങനെ വിഷമിച്ചിരുന്നപ്പോഴാണ് വീണ്ടും ആ സിസ്റ്റർ അടുത്ത് ഞാൻ ചെന്നു. അപ്പോൾ ആ സിസ്റ്റർ പറഞ്ഞ് ഇല്ല, നിങ്ങൾ അൾത്താരയിൽ നിൽക്കുന്ന സിസ്റ്ററോട് പറ, നിങ്ങളെ കോൺവെൻറ്റിൽ കൊണ്ടുപോകും, നിങ്ങളെ അവിടെ കിടത്തും എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ സന്തോഷമായി. അപ്പോൾ ഇവിടെ എല്ലാം മുല്ലപ്പൂ, അപ്പോൾ ഇവിടെ ആരും ഇല്ല, സിസ്റ്റർമാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ മണി 8:30 കഴിഞ്ഞു. അങ്ങനെ ഞങ്ങളിവിടെ മുല്ലപ്പൂവിൻ്റെ ഭയങ്കര മണം ഞങ്ങൾക്ക് 2 പേർക്കും അനുഭവപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ ഈ സിസ്റ്ററെ ചെന്ന് കണ്ട് സിസ്റ്റർ പറഞ്ഞ് ഞങ്ങളോട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അമ്മ ഞങ്ങളെ ആലയിച്ച് കൊണ്ടുപോകുന്നത് പോലെ സിസ്റ്റർ ഞങ്ങളെ പിന്നെ കോൺവെൻറ്റിൽ കൊണ്ടുപോയി. പിറ്റേ ദിവസം രാവിലെ ഇവിടെ വന്നു. ഞങ്ങളെല്ലാം മാനേജരെ എല്ലാം കാണിച്ചു. മാനേജരെ അന്ന് വൈകുന്നേരം ആ 8:30 സമയത്ത് കണ്ടു. അപ്പോൾ മാനേജരെ ഞങ്ങൾക്ക് കാപ്പി കുടിക്കുന്നെന്നും പറഞ്ഞു. ഞങ്ങളുടെ കയ്യിൽ 1000 രൂപയേ ഉള്ളെന്നും പറഞ്ഞാണ് റൂം എടുക്കാഞ്ഞത്. പക്ഷേ മാനേജർ സാർ ഞങ്ങൾക്ക് 1000 രൂപ തന്നു, കാപ്പി കുടിക്കാൻ പറഞ്ഞു. നാളെ രാവിലെ കാപ്പിയും കുടിച്ചു. ഇന്ന് കാപ്പിയും കുടിച്ചിട്ട് നാളെ രാവിലെ 9 മണിയാകുമ്പോൾ ഇവിടെ വാ, നമുക്ക് അച്ഛനെ കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 9 മണിയായപ്പോൾ ഇവിടെ വന്നു. ഞങ്ങൾക്ക് 4ാമത് ടോക്കൺ കിട്ടി. അച്ഛനെ കണ്ടു, അച്ഛൻ പ്രാർത്ഥിച്ചു ആളെ. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോയി. ഇപ്പം ആള് ഇത്രയും നല്ല ഇതിൽ വന്നു. അതുകൊണ്ട് അമ്മയ്ക്കും കുമാരനും ഒരുപാട് നന്ദികൾ പറഞ്ഞുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. പുറപ്പാടിൻ്റെ പുസ്തകം 34:10 തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ ഒരു ഉടമ്പടി ചെയ്യുന്നു, ലോകത്തൊരിടത്തും ഒരു ജനതയുടെ ഇടയിലും നടന്നിട്ടില്ലാത്ത തരം അത്ഭുതങ്ങൾ നിന്റെ ജനത്തിൻ്റെ മുമ്പിൽ ഞാൻ പ്രവർത്തിക്കും. ഓരോ അനുഭവ സാക്ഷ്യങ്ങളും വ്യത്യസ്തങ്ങളാണ്. ഇവിടെ ഉടമ്പടി എടുത്തില്ല, ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് കിട്ടുന്ന സൗഖ്യമാണ് നാം ഇപ്പോൾ കേട്ടത്. ലീല ശശികുമാർ കൊല്ലത്ത് നിന്ന് വന്ന ഈ മകള് തൻ്റെ ഹസ്ബൻഡിന് എങ്ങനെയാണ് സ്ട്രോക്ക് വന്നതും പിന്നീട് വെറും ഒരു ശ്വാസം മാത്രമേ ഉള്ളൂ, കണ്ണ് തുറക്കില്ല, യാതൊരു മൂവ്മെൻറ്റ്സും ഇല്ല. 48 മണിക്കൂറാണ് 2 ഹോസ്പിറ്റലിലും ഡോക്ടേഴ്സ് പറയുന്നത്. ഇനി ജീവിതത്തിലേക്കൊരു തിരിച്ചുവരവില്ല എന്ന് പറഞ്ഞ മകനെയാണ് ഇന്ന് ഇവിടെ കൊണ്ടുവന്ന് നിർത്തി ഈ സാക്ഷ്യം പറയുന്നത്. ഇങ്ങനെ ഇതൊന്നും ഇവിടെ ഒരു ആദ്യത്തെ സാക്ഷ്യമോ ഒന്നുമല്ല. കൃപാസന അൾത്താര ഇതിനൊക്കെ സാക്ഷ്യം വഹിക്കുകയാണ്. അതായത് ഒരു ഹോപ്പുമില്ല എന്ന് പറഞ്ഞ എത്രയോ മക്കളാണ് ഈ അൾത്താരയിൽ വന്ന് ജീവനുള്ള ദൈവത്തിൻ്റെ നാമത്തിൽ സാക്ഷ്യം പറഞ്ഞിട്ട് പോകുന്നത്. അങ്ങനെ ഇവർക്ക് കിട്ടിയത് ഒരു കൃപാസന പത്രം. അപ്പോൾ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയാറുണ്ട്, പരിശുദ്ധ അമ്മയുടെ കൈയാണ് കൃപാസന പത്രം. അമ്മ നമ്മെ ക്ഷണിക്കുകയാണ്. കൃപാസന പത്രം നമുക്ക് കിട്ടുമ്പോൾ അമ്മ നമ്മെ ഇങ്ങോട്ടുള്ള അമ്മയുടെ ക്ഷണക്കത്താണിത്. തൻ്റെ തിരുക്കുമാരനെ അറിയുവാൻ വേണ്ടിയിട്ട് അമ്മ നൽകുന്ന ക്ഷണക്കത്ത്. അങ്ങനെ ഒന്നല്ല 4 കൃപാസന പത്രമാണ് 4 ദിവസവും 4 പേരായിട്ട് കൊണ്ടുവന്ന് കൊടുക്കുന്നു എന്നാണ് പറയുക. പിന്നീട് നടന്നതൊക്കെ ഈ മകൾ നമ്മോട് സംസാരിച്ചു കഴിഞ്ഞു. അപ്പോൾ ആ ഒരു കൃപാസന പത്രം നെഞ്ചോടടുക്കി പിടിച്ച് ഈ മകൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഒന്നും അറിയില്ല, എന്ത് ചെയ്യണമെന്നറിയില്ല, മരുന്നൊന്നും കൊടുക്കുന്നില്ല, യാതൊരു ഹോപ്പുമില്ലാത്ത വ്യക്തി എങ്ങനെ മരുന്ന് കൊടുക്കും? ആ ഒരു അവസരത്തിൽ അമ്മയെയും ഈശോയെയും വിളിക്കുന്നു. രാത്രി 2 മണിക്കൊക്കെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു. തനിക്ക് അതിന് മാത്രമേ കഴിയുന്നുള്ളൂ. അങ്ങനെ പിന്നീട് ആ മകനും നമ്മോട് സംസാരിച്ചു. തൻ്റെ കണ്ണ് തുറന്നത് മാലാഖമാർ തൻ്റെ അടുത്തേക്ക് ഒരു കൂട്ടം മാലാഖമാർ വരുന്നതായിട്ടാണ് ആ മകന് കാണുവാൻ കഴിഞ്ഞത്. അങ്ങനെ
താൻ കണ്ണു തുറക്കുന്നു. എന്നാലും ഡോക്ടേഴ്സ് പ്രത്യാശ പറയുന്നില്ല, വീണ്ടും ഇത് കോമ സ്റ്റേജിലേക്ക് പോകും. എന്നാൽ പിന്നീട് പടിപടിയായിട്ട് ആ മകൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതാണ് നാം കാണുന്നത്. അതുകൊണ്ടാണ് ലോകത്തൊരിടത്തും ഒരു ജനതയുടെ ഇടയിലും നടന്നിട്ടില്ലാത്ത തരം അത്ഭുതങ്ങൾ ഇന്ന് കൃപാസനത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് നാം എല്ലാവരും സാക്ഷികളാണ്. അതായത് ഇന്ന് പരിശുദ്ധ അമ്മ ലോകത്തെവിടെയിരുന്നും അമ്മയെ നാം വിളിക്കുമ്പോൾ അമ്മ നമ്മുടെ അടുത്തേക്ക് വരികയാണ്. അമ്മ ഒറ്റയ്ക്കല്ല വരിക, ഈശോയെയും കൊണ്ടാണ് വരുന്നത്. അങ്ങനെ ഇന്ന് തൻ്റെ ഹസ്ബൻഡിന് പരിപൂർണമായിട്ടുള്ള സൗഖ്യം കിട്ടി. ആ മകൻ വീണ്ടും തൻ്റെ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരുന്നു. അതിനുശേഷം വീണ്ടും കാലിലൊരു മുറിവുണ്ടാകുന്നതും ശസ്ത്രക്രിയ വേണമെന്ന് പറയുന്നു. എന്നാൽ അവിടെയും ഈ മകൾക്ക് പിന്നീട് പരിപൂർണ വിശ്വാസമാണ്. ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നു, സർജറി വേണ്ട എന്ന് വയ്ക്കുന്നു. അങ്ങനെ മറ്റ് ഓരോ കാര്യങ്ങളും ഇവിടെ പറഞ്ഞത് നാം ശ്രദ്ധിച്ച് കേൾക്കുകയായിരുന്നു. ഇന്ന് ഈ കുടുംബം ഇവിടെ വന്ന് സാക്ഷ്യം പറയുവാനായിട്ട് ദൈവം ഇടവരുത്തി. നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം, യേശുവിനെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം.